മാഡം, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണല്ലോ. എന്താ രാജി? അല്ല, അപ്പുമോനൊന്നും പറഞ്ഞില്ലേ? ഇല്ല. എന്താ കാര്യം? അല്ല, അപ്പുമോൻ മാഡത്തിനോട് പറയുന്നതാണല്ലോ, എന്നിട്ടെന്താ ഇത് പറയാഞ്ഞേ? കാര്യം പറയൂ രാജി. എനിക്ക് അത് പറയാൻ തന്നെ പേടിയാ മാഡം. ടെൻഷൻ ആക്കാതെ ഒന്ന് പറയൂ രാജി. നമ്മുടെ ദിയമോളില്ലേ, അത് ദിയമോളല്ലെന്ന്. എന്താ എന്താ രാജി പറഞ്ഞേ? അപ്പുമോൻ എങ്ങനെയോ കണ്ടുപിടിച്ചതാ ഇവിടെ ഉള്ളത് ദിയമോളല്ലെന്ന്, വേറെ ആരും ആണെന്ന്. ഞാൻ പറഞ്ഞില്ലേ മാഡം, ഇത് ഇന്നും ഇന്നലെയല്ല, നേരത്തെ ഞാൻ പറഞ്ഞതാ. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് മാഡം ഇവിടെ. അതാ ഞാൻ തകിടിന്റെ ഏലസിന്റെ ഒക്കെ കാര്യം പറഞ്ഞത്. അത് മാഡത്തിനൊട്ടും വിശ്വാസമല്ല. അതൊക്കെ നിർത്ത്. അപ്പോ എവിടെ? കുഞ്ഞു മുകളിലിരിക്കുമായിരുന്നു. ആകെ ബഹളത്തിലാ, എന്നോട് പൊട്ടിത്തെറിക്കുമായിരുന്നു. അല്ല, അവൻ മോളുടെ സ്വഭാവം മാറിയത് വെച്ചിട്ടുള്ള പറച്ചിലായിരിക്കും പറഞ്ഞത്. അവനത് സ്ഥിരം പറയാറുള്ളതല്ലേ? ഇതല്ല മാഡം, ഇത് അങ്ങനെയുള്ള പറച്ചിലല്ല. എന്തോ രഹസ്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള പറച്ചില് പോലെ. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് മാഡം. അവൻ വെറുതെ പറയുന്നതാ. അല്ല മാഡം, അതങ്ങനല്ല. അപ്പോ അപ്പോ എന്താ അമ്മ? മോൻ എന്താ രാജ ചേച്ചിയോട് പറഞ്ഞത്? എല്ലാം തുറന്ന് പറയണോ, അതോ പിന്നെ പറഞ്ഞാ മതിയോ? പറയും മോനെ, അമ്മയെ സങ്കടപ്പെടുത്താതെ കാര്യം എന്താന്ന് വെച്ചാ അമ്മയോട് പറ. രാജു പറഞ്ഞു ദിയമോള് വേറെയാണെന്ന്. നീ ഇത് പതിവ് പോലെ പറഞ്ഞതല്ലേ? അപ്പോ നീ അമ്മയെ പരീക്ഷിക്കാതെ എന്താന്ന് വെച്ചാ പറയും മോനെ. നീ മല്ലടത്തേക്ക് ഇറങ്ങി പോകും കേട്ടോ. സത്യം പറഞ്ഞ അമ്മക്ക് ചിലപ്പോ സഹിക്കാൻ പറ്റില്ല. അമ്മ എന്തെങ്കിലും ചെയ്യും. എന്താ നീ ആലോചിക്കുന്നേ? പറഞ്ഞത് എന്താണെന്ന് അമ്മയോട് പറ. ഒന്നുമില്ല അമ്മ. അല്ല, എന്താ ഒന്നുണ്ട്. നീ എല്ലാം കണ്ടുപിടിച്ചു എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ പറ. ദേ, ഈ വീടിന്റെ വരവ് ചെലവ് കണക്ക് മാത്രമല്ല, ഇനിയുള്ള ഒരു മാസം ഈ വീടിന്റെ സന്തോഷവും സമാധാനവും ഒക്കെ നോക്കേണ്ടത് നീയാ. നീയാ ഇപ്പൊ ഇവിടുത്തെ ഗ്രഹനാഥൻ. ഗ്രഹനാഥന്റെ റോൾ എന്താണെന്ന് പഠിക്കുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്റെ മോൻ പറ, എന്താ കാര്യം? നീ എന്താ കണ്ടുപിടിച്ചേന്ന്? ചേച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയാ ഉള്ളേ? ഒന്നുമില്ലമ്മ. അമ്മ ഒരു ദിവസം കൂടി താ. പറ്റില്ല പറ്റില്ല. നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. നീ ചേച്ചിയെ കുറിച്ച് എന്തോ കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് പറയും മോനെ. അമ്മ ഇത്രയും നിർബന്ധിച്ച് ചോദിക്കുന്നതിന്റെ ഗൗരവം മോന് മനസ്സിലാവുന്നില്ലേ? മോന് അമ്മയുടെ വിഷമം മനസ്സിലാവുന്നില്ലേ? അയ്യോ, അമ്മ വിഷമിക്കണ്ട. അമ്മ വിഷമിച്ച ഞാനും വിഷമിക്കും. ചേച്ചിയുടെ മാറ്റങ്ങൾ എന്താണെന്ന് ഞാൻ നാളെ തന്നെ പറയാം. അമ്മ ഒറ്റ ദിവസം കൂടി ശ്രമിക്കുക. എന്നുവെച്ചാ അപ്പൊ നിനക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാവുന്നല്ലേ? അതെന്താണെന്നും എങ്ങനെയാ എപ്പോഴാ ചേച്ചിയുടെ സ്വഭാവം മാറിപ്പോയെന്ന് മോന് തോന്നി തുടങ്ങിയത്? നീ ആദ്യം പറയുമ്പോ അമ്മ അത് നിസ്സാരമായിട്ടാ കരുതിയത്, ചേച്ചി മാറിയിരിക്കുന്ന കാര്യം. പക്ഷെ ഇപ്പൊ ഓരോ ദിവസവും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ പറയും മോനെ, പ്ലീസ് പറഞ്ഞേ പറ്റൂ. അമ്മ, ഞാൻ ചേച്ചിയോടുള്ള വിഷമവും ദേഷ്യവും കാരണം രാജ് ചേച്ചിയോട് അങ്ങനെ പറഞ്ഞതാ. എനിക്കങ്ങനെ തോന്നിയതാ. അങ്ങനെയല്ലല്ലോ രാജു പറഞ്ഞത്. മോൻ ഉറപ്പിച്ചു പറഞ്ഞു എന്നാണല്ലോ.
മോള് ക്യാമ്പിൽ നിന്ന് വന്നപ്പോ മോനോട് കുറച്ച് അടുപ്പമില്ലായ്മ കാണിച്ചു. അത് മോനോട് ദേഷ്യം ഉണ്ടായിട്ടല്ലാന്ന് ചേച്ചി ഞാനും പറഞ്ഞതല്ലേ. അല്ലമ്മേ, ഞാൻ ദേഷ്യം കൊണ്ട് പറഞ്ഞതാ. ഒരാൾക്ക് വേറൊരാളാകാൻ പറ്റില്ലല്ലോ. പറ്റുമോ? അങ്ങനെ പറ്റുമോ അല്ലയോന്ന് ഞാൻ നാളെ അമ്മോട് പറയാം. നാളെ നീ എങ്ങനെ ഉറപ്പിച്ചു പറയും? നാളെ ഞാൻ കണ്ടുപിടിക്കും. ഞാൻ നാളെ പറയാം. അതുവരെ അമ്മ വിഷമിക്കരുത്. അതമ്മ എനിക്ക് ഉറപ്പ് തരണം. നീ പറയുന്നതൊന്നും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. മോനെ നോക്ക്, അമ്മ പറയാറുണ്ടല്ലോ, ഈ ഭൂമിയിൽ അമ്മയെ ജീവിച്ചിരിക്കാൻ തോന്നിപ്പിക്കുന്നത് എന്റെ മക്കളാ. അതിലാർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് വെച്ചാ സ്വഭാവം മാറിയ പോലും അമ്മ പിന്നെ. അമ്മേ, അങ്ങനെയൊന്നും പറയാതിരിക്കമ്മേ. ചേച്ചിക്കൊന്നും പറ്റത്തില്ല. അമ്മയുടെ 2 മക്കൾക്കും ഒരു കുഴപ്പവും വരില്ല. അമ്മയ്ക്ക് ഞങ്ങളെ 2 മക്കളെയല്ലേ ഉള്ളൂ. എന്താ മോനെ? അല്ല, അമ്മ എന്താ ഞെട്ടിയത്? ഒന്നുമില്ല. എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അമ്മയാകെ ടെൻഷൻ ആവുന്നല്ലോ. അയ്യോ അമ്മ, ഞാൻ വെറുതെ ചോദിച്ചതാ. അമ്മയ്ക്ക് മക്കള് ഞങ്ങള് 2 പേരും ആണല്ലോ. ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ലെന്നാ പറഞ്ഞത്. അമ്മ സമാധാനായിട്ടിരിക്ക. ഒന്നുമില്ല അമ്മേ. അമ്മ പറഞ്ഞില്ലേ ഞാൻ അടുത്ത 1 മാസം ഈ വീടൊക്കെ നോക്കേണ്ടതെന്ന്. അപ്പൊ അടുത്ത 1 മാസം ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാവരും അനുസരിക്കണം. ഗ്രഹനാഥൻ പറയുന്ന അനുസരിക്കണം, വേണ്ടേ? എന്റെ മോൻ പറയുന്നത് എന്തും അമ്മ അനുസരിക്കും. കാരണം മോൻ ഗുരുത്തമുള്ള ആളാ. ദിയ ചേച്ചിയുടെ തിരിച്ചറിവും പാകതയൊക്കെ ചേച്ചിയേക്കാൾ ഇപ്പം മോനിലാ ഞാൻ കാണുന്നത്. ഉറപ്പില്ലാത്തതൊന്നും നീ പറയില്ലെന്ന് അമ്മയ്ക്കറിയാം. അമ്മയേക്കാൾ ചേച്ചിയാണ് സൂപ്പറെന്ന് മോൻ പലപ്പോഴും അമ്മയോട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ തന്നെ അറിയാം മോന്റെ വിവേകവും സത്യസന്ധതയും ഒക്കെ. അങ്ങനെയുള്ള നീ പറയുന്നത് കേൾക്കുമ്പോ അമ്മയ്ക്ക് ശക്തിയും സമാധാനവും ഒക്കെ കിട്ടും. ഞാൻ തൽക്കാലം മോനെ ഓർത്ത് സമാധാനിക്കാം. മോൻ പറയുന്ന പോലെ. ശരി അമ്മ. അമ്മയുടെ മാത്രല്ല എല്ലാവരുടെയും സങ്കടവും വിഷമവും ഒക്കെ മാറും. നേരെയാക്കണം. ഇപ്പൊ ഈ വീടിന്റെ ചുമതല എനിക്കാ. ഞാൻ വീട്ടുകാരെ നോക്കുമ്പോ ആർക്കും വിഷമം വരാൻ പാടില്ല. എല്ലാവർക്കും കൂടുതൽ സന്തോഷം വരണം.
കാണുന്നില്ല, ഫോണും കാണുന്നില്ല. ശ്ശെ. ഫോൺ എവിടെ പോയി? അപ്പൊ എടുത്ത് മാറ്റിയോ? ഞാൻ അപ്പുവിനോട് ചോദിച്ചു. അവൻ പറയുന്നത് ഒരു ദിവസത്തിനകം ഒക്കെ പറയാമെന്ന്. അവൻ പറയുന്നതൊന്നും എനിക്ക് വ്യക്തമാവുന്നുമില്ല ശ്രീ. തന്റെ മനസ്സിലെ ചിന്തകൾക്കും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അപ്പു പറഞ്ഞിട്ടുണ്ടാവില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തൊക്കെയോ മറക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. മോള് ക്യാമ്പിൽ നിന്ന് വന്നതിന് ശേഷം അവൻ സ്ഥിരം പറയാറുള്ള കാര്യങ്ങളാണല്ലോ. ഇതിപ്പോ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോന്നറിയില്ല. വെറുതെ പറഞ്ഞതെന്നൊക്കെയാ പറയുന്നത്. താൻ ടെൻഷനാവണ്ട. അവൻ എന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചു. അതാ ഞാനും ആലോചിച്ചിരുന്നേ. ഞാനും ഒന്ന് സംശയിച്ചിരിക്കുകയായിരുന്നു. അവൻ എന്ത് കാര്യങ്ങളാ ശ്രീയോട് ചോദിച്ചേ? ഇരട്ടക്കുട്ടികളെ കുറിച്ചായിരുന്നു അവന്റെ സംശയം. എന്നിട്ട് ശ്രീ എന്താ പറഞ്ഞത്? ഇരട്ടക്കുട്ടികൾക്ക് തമ്മിൽ വ്യത്യാസം ഉണ്ടാകുമോ, അവർ തിരിച്ചറിയാൻ പറ്റുമോ, അങ്ങനെ കുറെ സംശയങ്ങളായിരുന്നു. അതെന്താ അവൻ അങ്ങനെ സംശയം തോന്നാൻ കാരണം? ഞാനും അതാ ചിന്തിച്ചേ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും സംശയം അവന് തോന്നിക്കാണും. അവന് ചിലപ്പോൾ എന്തെങ്കിലും സൂചനകൾ കിട്ടിക്കാണും. അപ്പൊ അപ്പുവിന് അവനാരെന്നുള്ള സംശയം തോന്നി തുടങ്ങാം. ഉറപ്പാ അവന് ദിയയുടെ കാര്യത്തിലൊക്കെ എന്തോ സംശയം വന്നിട്ടുണ്ട്. എന്താ അത്? എനിക്കിപ്പോ വട്ടാവുക. കവ്യ ഇപ്പോഴാ മനസ്സ് ഏറ്റവും കൂടുതൽ ഉറപ്പോടെ പിടിച്ചു നിർത്തേണ്ട സമയം. ചിലപ്പോൾ നമ്മളെല്ലാം കണക്ട് ചെയ്ത് ആലോചിക്കുന്നുണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നാൽ പിന്നീട് മുമ്പിൽ കാണുന്നതെല്ലാം അതുമായി കണക്ട് ചെയ്യും. അല്ല, ഇതങ്ങനെയല്ല. ഇതിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവൻ അറിഞ്ഞിട്ടുണ്ട്. ഞാനെന്ന് പറഞ്ഞ ഓപ്ഷൻ ഏറ്റവും നല്ലത്. ഞാൻ അപ്പൂനും കൊണ്ട് എങ്ങോട്ടെങ്കിലും മാറിക്കോളാം. ആയിക്കോ. എന്നാ പിന്നെ താമസിപ്പിക്കണ്ട, ഇപ്പൊ തന്നെ അങ്ങ് കൊണ്ടുവയ്ക്കോ. വളരെ പോസിറ്റീവായ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. പോസിറ്റീവോ നെഗറ്റീവോ അതൊന്നും എനിക്കറിയണ്ട. അവനുമായിട്ട് ശ്രീ പൊയ്ക്കും. എന്നാ ഒരു കാര്യം കൂടി ചെയ്യേ. പോകുന്ന വഴിക്ക് നീ അവളുടെ അച്ഛനെ കൂടി ഏൽപ്പിച്ചേക്ക്. തനിക്കും കൂടി നല്ലത് വരാനാ ഞാൻ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നത്. അതറിയാലോ. എനിക്ക് നല്ലത് വരാൻ വേണ്ടിയാണോ അപ്പുനെ എന്റെ അടുത്തുനിന്ന് മാറ്റണോന്ന് പറയുന്നത്? നമ്മൾ ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കാനുള്ള കാരണക്കാരനാണ് അപ്പു. അപ്പു നമുക്കൊപ്പം നിൽക്കാനാ നമ്മൾ ഈ കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നതും. എന്റെ ജീവിതത്തിൽ അപ്പു ഇല്ലാത്ത ഒരു നിമിഷം പോലും ഇനി ഉണ്ടാവില്ല. അവനെ എങ്ങോട്ടെങ്കിലും ആരെങ്കിലും കൊണ്ടുപോയാ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ ശ്രീ? സോറി, ഞാൻ പറഞ്ഞത് വേറൊരർത്ഥത്തിലാ താൻ എടുത്തത്. പറഞ്ഞ് ഞാൻ പിൻവലിച്ചു. ശ്രീ എനിക്ക് വേണ്ടിയാണ് പറഞ്ഞതെന്നറിയാം. പക്ഷെ അവനെ ഞാൻ എന്റെ അടുത്തൊന്നും മാറ്റില്ല. അതിനെ ആരൊക്കെ വിചാരിച്ചാലും, ദിയും റിയയും അവളുടെ അച്ഛനും ഒക്കെ കൂടി വിചാരിച്ചാലും അത് നടക്കില്ല. ശരി, എന്നാ വിട്ടേക്ക്. ഇപ്പൊ അപ്പൊ ദിയെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയണം. ഒരു ദിവസത്തെ സമയം അവൻ ചോദിച്ചു. ഞാനിനി ഒരു ദിവസത്തേക്ക് ഈ കാര്യം ശ്രദ്ധിക്കുന്നതേയില്ല. ഇന്ന് ദിയയോടും അപ്പുവിനോടും ഞാൻ ഒന്നും ചോദിക്കുന്നുമില്ല. ടെൻഷനാവുന്നുമില്ല. എനിക്കറിയാം നാളെ അവൻ എന്താന്ന് വെച്ചാൽ അത് പറയും.
ഉറപ്പോടെ അവൻ പറഞ്ഞത്. ഈ പ്രായത്തിൽ തന്നെ അവൻ കാര്യങ്ങൾ നല്ല പാകതയോടെ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കുന്നത്. എന്റെ ജീവിതത്തിലെ സർവ്വ വിഷമങ്ങളും അവനായിരിക്കും തീർക്കാൻ പോകുന്നതെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അവനായിരിക്കും ശ്രീ നമ്മുടെ കുടുംബത്തിലേക്ക് സമാധാനം കൊണ്ടുവരാൻ പോകുന്നത്. നേരെ ഇക്കാര്യത്തിൽ അവൻ എന്താ ചെയ്യാൻ പോകുന്നു നോക്കാം. താൻ പറഞ്ഞ പോലെ ഇന്ന് ദിയോട് പോലും സംശയത്തോടെ ഒന്നും സംസാരിക്കണ്ട. ചേച്ചി, എന്താ ചേച്ചി വിഷമിച്ചിരിക്കുന്നേ? അപ്പോ എന്റെ മൊബൈൽ ഉണ്ടോ? അയ്യോ, ചേച്ചിയുടെ മൊബൈല് കാണുന്നില്ലേ? ചേച്ചി ഇത് എവിടെയാ വെച്ചത്? ദാ ഈ ബാഗിൽ തന്നെ വെച്ച്. ആണോ? രാജ ചേച്ചി മറ്റും എടുത്തോ? ആ, ഇനി അമ്മ എങ്ങാനും എടുത്തോ? അപ്പോ എനിക്കറിയാതെ നിന്റെയിലാണെന്ന്. അത് താ, അതിപ്പോ എനിക്ക് അത്യാവശ്യം. ചേച്ചി എന്തീ പറയുന്നത്? ഞാൻ എന്തിനാ ഫോൺ എടുക്കുന്നേ? ഇവിടെ ഞാൻ നോക്ക് ചേച്ചി, ഫോൺ കിട്ടും. എവിടെ പോവാനല്ലെങ്കിൽ തന്നെ. അപ്പോ കളിക്കല്ലേ, ഫോൺ തരാനാ പറഞ്ഞേ. എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഈയിടെയായി പല ദിവസങ്ങളും ദേഷ്യം വരുവാണല്ലോ. അപ്പോ നീ ചുമ്മാ ദൂരൊന്ന് പറയാതെ ഫോൺ തരാനാ പറഞ്ഞേ. ചേച്ചി ഇങ്ങനെ ചൂടാവില്ലായിരുന്നു. അപ്പൊ ഫോൺ തരാനാ പറഞ്ഞേ. പോക്കറ്റിലെന്താ? അത് ഫോണല്ലേ? നീ എന്റെ ഫോൺ മോഷ്ടിച്ചല്ലേ? അതിങ്ങ് താ. ഇത് ഫോണൊന്നും അല്ല. ഇത് ഫോണല്ലേ? അപ്പൊ എന്റെ ഫോൺ തരാനാ പറഞ്ഞ്. ഇത് ഫോണല്ലെന്ന്. അപ്പൊ എനിക്ക് ദേഷ്യം വരുവേ. ഫോണിങ് താ. ഞാൻ തരില്ല. അപ്പു, ഞാൻ പറയുന്നേക്ക്. വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അതാ എനിക്കും പറയാനുള്ളത്. അമ്മ അറിഞ്ഞുണ്ടല്ലോ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ചേച്ചി പോവല്ലേ പറയേ. ഞാൻ ഫോൺ തരില്ല. അപ്പു പറയുന്നേക്ക്. ചേച്ചി
ഇത് എന്റെ കയ്യിലിരുന്ന കുഴപ്പമെന്താ? അപ്പോ നീ കളിക്കല്ലേ, അതിന് തരാനേ പറഞ്ഞേ. ഞാൻ കാണാനില്ല എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റും നിന്റെ കയ്യിലുള്ളല്ലേ, എനിക്കതും വേണം. ആദ്യം നീ ഫോണിങ്ങതാ. നീ കാണിക്കുന്നത് മോശനോ? ചേച്ചി കള്ളത്തരമായിട്ടല്ലേ ഈ ഫോൺ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? അപ്പൊ ചേച്ചി കാണിക്കുന്നതല്ലേ കള്ളത്തരം? അപ്പൊ അമ്മയച്ഛനും അറിയാതെ ഫോൺ വിളിക്കുന്നതോ? അതൊന്നും കള്ളല്ലേ? എന്നിട്ട് എന്നെ ഇങ്ങനെ കുറ്റം പറയും? സംസാരിക്കാതെ ഫോണിങ് തരാനാ പറഞ്ഞേ. ചേച്ചി എന്നോട് ദേഷ്യപ്പെടണ്ട. ദേഷ്യല്ല, വേണമെന്ന് വെച്ചാൽ ഞാൻ നിന്നെ തല്ലും. ഞാൻ നിന്റെ ചേച്ചിയാ. ആ, അത് ഓർമ്മയുണ്ടല്ലോ. ചേച്ചിന്ന് പറഞ്ഞാ എനിക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു തരേണ്ട ആളാ. ഇപ്പൊ കള്ളത്തരം കാണിക്കുന്ന ആളാ. അങ്ങനെയുള്ള ചേച്ചി പറഞ്ഞാ ഞാൻ അനുസരിക്കില്ല. അപ്പു, എനിക്ക് കേക്കണ്ട. പ്രശ്നം ഉണ്ടാക്കാതെ ഫോൺ